പോകും. വന്നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഖൂലു ഉഖ്റുജ് അദുവല്ലാഹ് അന റസൂലുള്ളാഹ്. ഞാൻ അല്ലാഹുവിൻ്റെ ദൂതരാണ്, നീ അല്ലാഹുവിൻ്റെ ശത്രുവാണ്, പുറത്തു പോടോ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ് പിശാചിനെ ഇളക്കാറുണ്ട്. ഇത് ബുഖാരി ഇമാം അഹ്മദ് നിവേദനം ചെയ്ത ഹദീസും മറ്റും ഉദ്ധരിച്ചുകൊണ്ട് ഇതിനെ സമർത്ഥിക്കുന്നു. ശേഷം പറയുന്നു, വശാഹത്തു ശൈഖനാ, നമ്മളെ ഗുരു ഇബ്നു തീമിയ, ഇബ്നുൽ ഖയ്യിം പറയാ, നമ്മുടെ ഗുരു ഇബ്നു തീമിയയെ ഞാൻ കണ്ടിട്ടുണ്ട്, നേരിൽ കണ്ടിട്ടുണ്ട്. യുർസിലു, അദ്ദേഹം അയക്കും, ഇലൽ മസ്റൂഇ, ദുഷ്ടാത്മാക്കളും പിശാചിന്റെ ആത്മാക്കളും രോഗം വരുത്തിയ രോഗിയിലേക്ക്, മൻ യുഖാതിബു റൂഹല്ലതി ഫീഹി, അയാളിൽ കാറിക്കൂടിയ ദുഷ്ടാത്മാവിനോട് സംബോധന ചെയ്യുന്ന ആളെ പറഞ്ഞയക്കും. വയഖൂലു, അയാളോട് നിർദ്ദേശിക്കും, ഖാല ലകു ശൈഖ്, ഖാല ലക ശൈഖ് ഉഖ്റുജി ഫഇന്ന ഹാദാ ലാ യഹില്ലു ലകി, ഇത് നിനക്ക് ഹലാലല്ല ഒരു വിശ്വാസിയുടെ മേത്ത് കയറല്, അതുകൊണ്ട് പുറത്തു പോയെന്ന് എൻ്റെ ഗുരു പറഞ്ഞിരിക്കുന്നു എന്ന് പോയി പറഞ്ഞാൽ മതി. ആര്? ഇബ്നു തൈമിയ പറയാ, എൻ്റെ ഗുരു പറഞ്ഞിരിക്കുന്നു പുറത്തു പോ, ഇത് അനുവദനീയമല്ല എന്ന് പറഞ്ഞാൽ മതി. അങ്ങനെ ഒരാൾ ചെന്ന് പറഞ്ഞാൽ ഫയുഫീഖുൽ മസ്റൂഉ, ബാധയേറ്റവൻ കാണാ പിശാച് പോയിട്ട് തെളിയണ്. വറുബ്ബമാ ഖാതബഹാ ബിനഫ്സിഹി, ചിലപ്പോൾ സ്വന്തം നേരിട്ട് തന്നെ എൻ്റെ ഗുരു അഭിസംബോധന ചെയ്യും. വറുബ്ബമാ കാനത്തിർ റൂഹു മാരിദതൻ, ചിലപ്പോൾ വഴങ്ങാതെ പോകൂലാന്ന് ശാഠ്യം പിടിച്ചുകൊണ്ട് ഈ ദുഷ്ടാത്മാക്കളും പിശാചും ശരീരത്തിൽ ഊക്കുകാട്ടും. ഫയുഖ്രിജുഹാ ബിൽളർബി, അടിച്ചുകൊണ്ട് അപ്പോൾ എൻ്റെ ശൈഖ് അയാളെ പുറത്താക്കും. പിശാച് ബാധിച്ചവന്റെ ശരീരത്തിൽ നിന്ന് അടിച്ചുകൊണ്ട് പുറത്താക്കും എൻ്റെ ഗുരു ഇബ്നു തീമിയ. ഫയുഫീഖുൽ മസ്റൂഉ, എന്നിട്ട് ഈ ബാധ ഏറ്റയാൾ തെളിയും. വലാ യുഹിസ്സു ബി അലം, അടിച്ച വേദനയെ അയാൾ അറിയുകയുമില്ല. ഇത് ഞാൻ നേരിൽ അനുഭവിച്ചതാണ്. വഖദ് ഷാഹദ്നാ, ഞങ്ങൾ ശിഷ്യന്മാർ കണ്ടിട്ടുണ്ട്. നഹ്നു, ഞങ്ങളൊക്കെയും, വഗൈറുനാ, ഞങ്ങളല്ലാത്തവരും, മിൻഹു, ഗുരുവര്യരിൽ നിന്ന്, ദാലിക, ഇങ്ങനെ ഇറക്കുന്നത്, മിറാറാ, പലതവണ കണ്ടിട്ടുണ്ട്. വകാന യസീ കസീറൻ മാ യഖറഉ ഫീ ഉദ്നിൽ മസ്റൂഅ്, ചിലപ്പോൾ പിശാച് ബാധയേറ്റവന്റെ കാതിൽ ഞങ്ങൾ ഗുരുവര്യൻ ഓതും, അഫഹസിബ്തും അന്നമാ ഖലഖനാകും അബസാ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. അൽ മൂമിനൂന സൂറത്തിൽ 115 ഓതും. എന്താ സാരം? നിങ്ങളൊന്നും വെറുതെ പഠിച്ചതല്ല, നിങ്ങളും നമ്മളടുത്തേക്ക് മടങ്ങും എന്ന് പറയുന്ന ആയത്ത് ഓതിയിട്ട് ചിലപ്പോൾ പിശാചിറക്കും. എന്നിട്ടൊരു സംഭവം അദ്ദേഹം ഉദ്ധരിക്കുന്നു, വഹദ്ദസനി അന്നഹു ഖറഅഹാ മർറതൻ ഫീ ഉദ്നിൽ മസ്റൂഅ്, എൻ്റെ ഗുരു നേരിട്ട് ഇബ്നു തീമിയ എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്, അന്നഹു ഖറഅഹാ, ഈ ആയത്തൊരിക്കൽ അദ്ദേഹം ഓതിയത്രേ, മർറതൻ, ഒരു വട്ടം, ഫീ ഉദ്നിൽ മസ്റൂഅ്, പിശാച് ബാധയേറ്റവന്റെ കാതിൽ ഊതി പറഞ്ഞു. ഫഖാലത്തിർ റൂഹു, അപ്പ ഇതിൻ്റെ ഉള്ളിലുള്ള ദുഷ്ടാത്മാവ് പറഞ്ഞു, നാം, നിങ്ങൾ വിചാരിക്കുന്നത് വെറുതെ പഠിച്ചതാണോ, മടങ്ങി നമ്മളെത്തേക്ക് വരൂലാന്നാണോ എന്നാണ് ആയത്തിന്റെ സാരം. നാം, അങ്ങനെ വിചാരിക്കണ്, എന്താ പോവൂല, ഈ പിശാച് പറഞ്ഞു. വമദ്ദബിഹാ സൗതഹു, നാം എന്ന് പറഞ്ഞു. നാം എന്നല്ല, നാം, പോവൂലോ എന്ന് പറഞ്ഞു. കാല, ഗുരു പറയുന്നു, ഫഅഖൽതു ലഹു അസൻ, അപ്പം ഞാനൊരു വടി അങ്ങെടുത്തു. വളറബതുഹു ബിഹാ, ആ വടി കൊണ്ട് ഈ പിശാചിനെ രോഗിയെ അടിച്ചു. ആരാ പറയുന്നത്? ഇബ്നു തീമിയ. ഔദ്യോഗിക വിഭാഗം മുജാഹിദിന്റെ നേതാക്കളും അവരുടെ ജംഇയ്യത്തുൽ ഉലമായുടെ, കേരള ജംഇയ്യത്തുൽ ഉലമായുടെ ഐക്യകണ്ഠേന പുറത്തിറക്കിയ പുസ്തകക്കാരും വൃദ്ധ മുസ്ലിംമാരും മൗലവിമാരും ആലോചിക്കണം. ഇബ്നു തീമിയ പറയുന്നു, ഞാൻ അവനെ അടിച്ചു. വളറബതുഹു ബിഹാ, ഈ വടി കൊണ്ടടിച്ചു. ഫീ ഉറൂഖി ഉനുഖിഹി, ഇവന്റെ കഴുത്തിലെ ഞരമ്പുകളിൽ ആഞ്ഞു തച്ചു. ഹത്താ കല്ലത്ത് യദായ മിനൽ ലർബി, അടിച്ചിട്ട് രണ്ട് കയ്യും കുഴഞ്ഞു പോയി. എന്റെ രണ്ട് കയ്യും കുഴയോളം അടിച്ചു. അടിച്ചിട്ടോ, വലം യശുക്കൽ ഹാദിറൂന അന്നഹു യമൂതു ലിദാലിക്കൽ ലർബി, ഈ അടി കണ്ടു നിന്നവരൊക്കെ പറഞ്ഞു, ഈ രോഗി മരിച്ചുട്ടോ, ഈ രോഗി മരിച്ചുട്ടോ എന്ന് എല്ലാവരും പറഞ്ഞു. ഒരു കുട്ടിക്കും സംശയമല്ല. ഫഫീ അസ്നാഇൽ ലർബി, പക്ഷേ ആ അടിക്കിടയിൽ കാലത്ത്
ഇതിന്റെ ഉള്ളിലുള്ള ദുഷ്ടാത്മാവ് പറഞ്ഞു അന ഉഹിബ്ബുഹു, ഇയാളോട് എനിക്ക് ഇഷ്ടാണ് എന്ന് പറഞ്ഞു. ഈ രോഗിന്റെ മേത്ത് ഞാൻ കയറിക്കൂടാൻ കാരണം ഇയാളോട് എനിക്ക് ഇഷ്ടാണ് എന്ന് കുറെ അടി കൊണ്ടപ്പോ ഈ പിശാച്ച് പറഞ്ഞു. ഫഖുൽതു ലഹാ, അപ്പൊ ഞാൻ പിശാച്ചിനോട് പറഞ്ഞു ഹുവ ലാ യുഹിബ്ബുക്കി, നിനക്ക് ഇഷ്ടായിട്ട് വലല്ലോ, ഈ രോഗി അന്നെ ഇഷ്ടപ്പെടുന്നില്ല, പോ എന്ന് ഞാൻ പറഞ്ഞു. കാലത്ത് പറഞ്ഞു അന ഉരീദു അൻ അഹുജ്ജ ബിഹി, ഞാൻ ഇവനെ ഹജ്ജിന് കൊണ്ടേക്കോളേ, ഞാൻ അവനെ ഹജ്ജിന് കൊണ്ടേക്കോളേ എന്ന് പറഞ്ഞു. ഫഖുൽതു ലഹാ ഹുവ ലാ യുരീദു അൻ യഹുജ്ജ മാക്കി, നിന്റെ കൂടെ ഹജ്ജിന് വരാൻ ഇയാൾ ഉദ്ദേശിക്കുന്നില്ല, പോന്ന് പറഞ്ഞു. കാലത്ത് അപ്പൊ ഈ ദുഷ്ടാത്മാവ് പിശാചു പറഞ്ഞു അന അദഉഹു കറാമത്തല്ലക, എന്നാൽ നിങ്ങളെ മാനിച്ച് ഞാൻ പോയിക്കോളാം. ഓക്കെ, നിങ്ങളെ മാനിച്ച് ഞാൻ പോയിക്കോളാന്ന് ഇബ്നു തീമിയോട് പിശാചു പറഞ്ഞു. കാല, അദ്ദേഹം പറയുന്നു അന്നേരം ഞാൻ ചതിയിൽപ്പെട്ടില്ല. എന്താ നിങ്ങളെ മാനിച്ചുകൊണ്ട് പോയിക്കോളാന്ന് പറഞ്ഞാല് ഞാനൊരു വലിയ ആളാണ് തോന്നിയിട്ടെങ്ങാനും ഞാൻ അവനോട് ആയിക്കോട്ടെന്നാല് എന്ന് പറഞ്ഞാൽ ആ കിബിറ് മുതലെടുത്തിട്ട് പിശാച് എന്നെ കീഴടക്കൂന്ന് എനിക്കറിയാം. അന്നേരം ഞാൻ പറഞ്ഞു ലാ, എന്നെ മാനിച്ചിട്ട് പോണ്ട, വലാകിൻ ത്വാഅത്തൻ ലില്ലാഹി വറസൂലിഹി, അല്ലാഹുവിന്റെ റസൂലിനും വഴിപ്പെട്ടിട്ട് പോണം, അല്ലാഹുവിന്റെ റസൂലിനും വഴിപ്പെട്ടിട്ട് പോണമെന്ന് പറഞ്ഞു. കാലത്ത് അപ്പ പറഞ്ഞു ഫാനാ ഖുറുജു മിൻഹു, എന്നാ ഞാൻ പോയിക്കോളാം. കാല ഇബ്നു തീമിയ പറയുന്നു ഫഖഅദൽ മസ്റൂഉ, ഈ ബാധ ഏറ്റവൻ നീച്ചുത്തിരുന്നു. യൽതഫിതു യമീനം വ ശിമാല, വലത്തോട്ടും ഇടത്തോട്ടും ഇങ്ങനെ നോക്കണ്. വഖാല, എന്നിട്ട് ഇയാൾ ചോദിക്കണ് ഗുരുവര്യനെ മുന്നിൽ കണ്ടിട്ട് മാ ജാഅ ബി ഇലാ ഹദ്റത്തി ശൈഖി, ഈ മഹാഗുരു ഇബ്നു തീമിയയുടെ മുന്നിലേക്ക് ആരാ എന്നെ കൊണ്ടെന്ന്. ഖാലു ലഹു, കൂടെ കൊണ്ടുവന്നവരൊക്കെ പറഞ്ഞു ഖാലു ലഹു, ഇദ്ദേഹത്തോട് പറഞ്ഞു വഹാദൽ ലർബു കുല്ലു, ഈ അടി മുഴുവനും കൂടി കൊണ്ടിട്ട് അറിഞ്ഞില്ലേ, ഈ അടി മുഴുവനും കൂടി കൊണ്ടിട്ട് നീ അറിഞ്ഞില്ലേ എന്ന് ചോദിച്ചു. ഫഖാല വയലാ അയ്യി ശൈഇൻ യുദ്രിബുനി ശൈഖു വലം ഉദ്നിബ്, ഞാനൊരു തെറ്റും ദോഷവും ചെയ്യാതെ പാപം ചെയ്യാതെ ഈ മഹാഗുരു എന്തിനാണ് എന്നെ തല്ലുന്നത്, എന്നെ തല്ലിയിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. വലം യശ്ഉർ, പാവം ഈ രോഗി അറിഞ്ഞില്ല ബി അന്നഹു വഖഅ ബിഹി ലർബുൻ അൽബത്ത, ഒറ്റ അടിയും സംഭവിച്ചതായി അറിഞ്ഞില്ല. ഇത് ഇബ്നു തീമിയ എന്ന ഗുരു താൻ ശൈത്താൻ ഇളക്കിയിട്ട് അവസാനം പുറത്തു പോയ കഥ എന്നോട് നേരിട്ട് പറഞ്ഞു എന്ന് ഇബ്നുൽ ഖയ്യിം, ഹാഫിദ് ഇബ്നുൽ ഖയ്യിം, ഹാഫിദ് ഇബ്നുൽ ഖയ്യിം, ഇമാം ഇബ്നുൽ ഖയ്യിം ഇമാം ഇബ്നു തീമിയയെ ഉദ്ധരിച്ചുകൊണ്ട് തന്റെ അത്തിബുൻ നബവിയ പേജ് 68, 67, 69 പേജുകളിലൂടെ നീണ്ടു പറയാ. വഖാന യുആലിജു ബി ആയത്തുൽ കുർസി, ചിലപ്പോൾ ആയത്തുൽ കുർസി ഓതിയിട്ട് എൻ്റെ ഗുരു ചികിത്സിക്കാറുണ്ട്. വഖാന യഉമുറു ബി കസറത്തി ഖിറാഅത്തിൽ മസ്റൂഅ വമൻ യുആലിജുഹു ബിഹാ, ചികിത്സിക്കുന്നവരോടും രോഗിയോടും ചിലപ്പോൾ ഇത് ഓതിയിട്ട് മന്ത്രിക്കാൻ പറയാറുണ്ട് എന്ന് ഇബ്നു തീമിയയെ പ്രതി ഉദ്ധരിച്ചുകൊണ്ട് സംസാരിക്കുന്നു അദ്ദേഹത്തിന്റെ പ്രിയ ശിഷ്യൻ വഹാബികളുടെ ആശയ സ്രോതസ്സുകൾ രണ്ടുപേരും. ഹിജറ 8-ാം നൂറ്റാണ്ടിന്റെ പ്രാരംഭത്തിൽ അല്ലാഹുവല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ പാടില്ല, മഹാത്മാക്കളോട് ദുആ ചെയ്യാൻ പാടില്ല, ഇസ്തിവാസ പാടില്ല എന്നും പറഞ്ഞിട്ട് ലോകത്തെ മുസ്ലിമീങ്ങളെ മുഴുവൻ ശിർക്കാക്കുന്ന ആരോപണം ലോകത്താദ്യമായി ഹിജറ 701 മുതൽക്ക് പറയാൻ തുടങ്ങിയത് ആരാണ്? ഇബ്നു തീമിയ. ഇബ്നു തീമിയ ആ പണ്ടാരം പിടിച്ച വാദമാണ് നിങ്ങൾ ഇത്രയും കാലം ഉദ്ധരിക്കുന്നത്. ഇബ്നുൽ ഖയ്യിം വിശദീകരിച്ച വാദമാണ് നിങ്ങൾ ഉദ്ധരിക്കുന്നത്. ആ ഇബ്നുൽ ഖയ്യിമും ഇബ്നു തീമിയയും പിശാച് ശരീരത്തിൽ നിന്ന് അടിച്ചിറക്കിയിരുന്നു, ഞരമ്പ് പൊട്ടുവോളം അടിച്ചിരുന്നു, രോഗി മരിച്ചു എന്ന ആളുകൾ പറയുവോളം അടിച്ചിരുന്നു, അടിച്ചിട്ട് ഇറങ്ങിനു പോയിനു എന്നോര് പറയുന്നു. കള്ളമാണോ എന്ന് ഞങ്ങൾക്കറിയില്ല, ഞങ്ങൾ അവരെ പരീക്ഷിച്ചറിഞ്ഞിട്ടില്ല, ഞങ്ങൾ അവരെ മഹത്വപ്പെടുത്താറുമില്ല. പക്ഷെ ഈ രണ്ടാളുകളും ഇബ്നു തീമിയയും ഇബ്നുൽ ഖയ്യിമും വഹാബികൾക്ക് കളയാൻ പറ്റൂല. വഹാബികളെ ഒരു ബുക്കിലെങ്കിലും ഇയാളെ പേര് പറയാതെ അവർക്ക് അവസാനിപ്പിക്കാനും കഴിയില്ല. ഒരു വഹാബി ചരിത്രത്തിലും ഇദ്ദേഹത്തെ പരാമർശിക്കാതെ അവരുടെ തൗഹീദ് പ്രചരിപ്പിക്കാൻ പറ്റില്ല. തൗഹീദ് തങ്ങൾക്ക് പഠിപ്പിച്ചു എന്ന ഇബ്നു തീമിയയും ഇബ്നുൽ ഖയ്യിമും ജിന്ന് ശരീരത്തിൽ കൂടിയിട്ടുള്ളതും അതിനെ അടിച്ചിറക്കി ചികിത്സിക്കുന്നതും പുറത്തു പോകുന്ന കഴിവുള്ളവൻ പറയുമ്പോൾ പോകുന്നതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെന്നാ സുന്നികൾ പണ്ടേ പറയുന്നത്, ഇന്നും പറയുന്നത്. ഇന്നും എന്നും സുന്നികൾ പറഞ്ഞ ഈ ആശയത്തിനെതിരെ കൊഞ്ഞരം കുത്തിയവർ നിങ്ങളാണ്. ഇത് അന്ധവിശ്വാസമാണെന്ന് നാടിനീളെ പ്രചരിപ്പിച്ചവർ നിങ്ങളാണ്. അനുയായി കുഞ്ഞാടുകളെ മുഴുവൻ പഠിപ്പിച്ചത് നിങ്ങളാണ്. യുക്തിവാദികളോടൊപ്പം കൂടെ കൂടെ നടന്നത് നിങ്ങളാണ്.
ജിന്നോ പിശാച്ചോ അന്ധവിശ്വാസം എന്ന് പറഞ്ഞത് നിങ്ങളാണ്. വൈദ്യുതി കൊണ്ട് ഞങ്ങൾ തുരത്തിക്കളഞ്ഞു പിശാച്ചിനെ എന്ന് പറഞ്ഞത് നിങ്ങളാണ്. നിങ്ങളുടെ നവോത്ഥാനത്തിന്റെ പ്രധാന ഭാഗം ഇതായിരുന്നു. ഇപ്പൊ ഈ നൂറ്റാണ്ട് നവോത്ഥാനം ആഘോഷിക്കുമ്പോ, നവോത്ഥാനത്തിന്റെ 90 ആഘോഷിക്കുമ്പോ ഈ ജിന്ന് നിങ്ങളെ പിടികൂടിയല്ലേ? ഈ ജിന്ന് ഇറക്കുന്നത് നിങ്ങൾ തർക്കിക്കല്ലേ? തർക്കിക്കുമ്പോഴും ഇബ്നു തീമിയെ മുണ്ടുന്നില്ല, ഇബ്നുൽ ഖയ്യിമിനെ മുണ്ടുന്നില്ല. വല്ലാത്തൊരു അതിശയല്ലേ ആ നേതാക്കന്മാർക്ക് പറ്റിയത്? അനുയായി കുഞ്ഞാടുകൾ ഇത്ര വിഷമം വരുമ്പോഴേക്ക് മറന്നോ? എന്നിട്ട് ജംഇയ്യത്തുൽ ഉലമ ഇറക്കിയ പുസ്തകത്തിൽ പറയുന്നത് നാസുറുദ്ദീൻ അൽബാനിയും ഇബ്നു ബാസ് എന്ന് പറയുന്ന സൗദിയിലെ ഇപ്പടുത്ത് മരിച്ച പണ്ഡിതനും ഇങ്ങനെ പാടില്ല, പ്രവാചക ചര്യയിലില്ല, തെറ്റാണത്, പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നും പറയുന്നു. ഇതാരാ പറയുന്നത്? ഇതെവിടുത്തേതാ മതം? ഈ മതമല്ല അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് പഠിച്ചത്.